ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം മെഡിറ്റേഷനെ കുറിച്ചാണ് സംസാരിച്ചത്. മെഡിറ്റേഷൻ നമ്മുടെ ശരീരത്തിന് എനർജി തരുന്നു അല്ലേ? അപ്പം നമ്മുടെ ശരീര ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇനി അനുവർത്തിക്കേണ്ടതായിട്ടുള്ള ചില വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട്. കാരണം നമ്മളൊരു വലിയൊരു ജേർണിയിലാണല്ലേ. അപ്പം നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ശീലങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വഭാവത്തിന് അല്ലെങ്കിൽ നമ്മുടെ ശീലങ്ങളെ കുറച്ചും കൂടെ ഒരു വ്യത്യാസപ്പെടുത്തേണ്ട അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് വിചാരിക്കുന്നത്. അത് ജേർണലിംഗ് ആണ്. ജേർണലിംഗ് നിങ്ങൾ ഒരു പക്ഷേ കേട്ട് കാണും. സ്കൂളിലും കോളേജിലും ഒക്കെ ഒരു പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് കാണും, അല്ലെങ്കിൽ നമ്മളതൊക്കെ ചെയ്ത് കാണും. ജേർണലിങ്ങിൻ്റെ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു രൂപമാണ് നമ്മൾ ഡയറി എഴുതുക എന്നുള്ളത് അല്ലേ. എല്ലാവരും ചെറുതിലെ ഡയറി എഴുതുക വളരെ ചെറുതായിരുന്ന സമയത്തൊക്കെ ഞാനും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തും അതിന് പിന്നീടും ഒക്കെ നമ്മൾ ഡയറികൾ എഴുതുക പതിവായിരുന്നു. അപ്പോൾ ഡയറി എഴുതുന്നതിലൂടെ നമ്മുടെ അന്നത്തെ ദിവസത്തെ നടന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ടും നമ്മൾ അതിൽ രേഖപ്പെടുത്തി വയ്ക്കും അല്ലേ. അതായത് ഒരു ലോഗ് ബുക്ക് പോലെ ജേർണൽ നമുക്ക് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനും ഒരുപാട് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഏതൊരു മഹാൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാലും അവരെല്ലാവരും ജേർണലിങ്ങിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ജേർണലിങ്ങിൽ എന്താണ് നമ്മൾ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്? ജേർണലിങ് നമ്മുടെ ഇന്നർ മാനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് വളരെയേറെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നീ ആരാണ്, നീ എന്താണ്, അല്ലെങ്കിൽ നീ എത്രമാത്രം പവർഫുള്ളാണ്, അല്ലെങ്കിൽ നിനക്ക് ഏറ്റവും പവർഫുള്ളായിട്ട് തോന്നിയ ഒരു സമയം എപ്പോഴാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്നലെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം, അത് നിങ്ങളെ എത്രമാത്രം സന്തോഷവതിയാക്കി എന്ന് നമുക്ക് രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം അല്ലേ. വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മളിതിന് മുന്നേ ഇതുപോലെയുള്ള പല സാഹചര്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോയതാണെന്നും അവിടെയൊക്കെ നമുക്കതിനെ അതിൽ നിന്നൊക്കെ നമുക്ക് ഓവർകം ചെയ്ത് വരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ നമുക്ക് ജേർണലിംഗ് വളരെ വലിയ രീതിയിൽ നമ്മളെ സഹായിക്കും. അപ്പം വാക്കുകൾക്ക് വളരെ ശക്തിയാണ്. എപ്പോഴും പേന ചലിപ്പിക്കുമ്പോൾ ഈ ലോകത്തിലെ പല ചരിത്രങ്ങളും കുറിക്കാൻ പേനകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഈ ജേർണലിങ്ങിൽ വളരെയേറെ നമ്മുടെ വ്യക്തിത്വ വികാസത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാനൊരു 5 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. ആ 5 ചോദ്യങ്ങൾ നിങ്ങളുടെ ജേർണലിൽ ആദ്യമായിട്ട് എഴുതി വെച്ചിട്ട് അതിന് നിങ്ങളൊരു രണ്ട് വാചകത്തിൽ അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ഡിസ്ക്രൈബ് ചെയ്യണം. അതിനുശേഷം നിങ്ങളതിനെക്കുറിച്ചൊന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കണം. ആദ്യത്തെ ചോദ്യം ഞാൻ പറയാം. വെൻ യു ഫീൽ പവർഫുൾ, എപ്പോഴാണ് നിങ്ങൾ പവർഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയത്? ഏത് കാര്യം ചെയ്തപ്പോഴാണ്, അല്ലെങ്കിൽ ഏത് സംഭവത്തിന് ശേഷമാണ് നിങ്ങൾക്ക് ഏറ്റവും പവർഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയത്? രണ്ടാമത്തെ ചോദ്യം, വെൻ യു ഓവർകം യുവർ ഫിയർ, എപ്പോഴാണ് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ ഭയത്തിനെ ഓവർകം ചെയ്തത്? അതുപോലെ തന്നെ എന്തിനെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത്? നിങ്ങൾക്കൊരു ഭയമുണ്ടായിരുന്നു, ആ ഭയത്തിനെ നിങ്ങൾ പിന്നീട് ഓവർകം ചെയ്തു. അതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തത്, നിങ്ങളുടെ സ്വഭാവങ്ങൾ, നിങ്ങളുടെ 3 ക്യാരക്ടറിസ്റ്റിക്സ്, അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ 3 സ്വഭാവ സവിശേഷതകൾ. നാലാമത്തെ ക്വസ്റ്റ്യൻ, എപ്പോഴാണ് നിങ്ങളെക്കുറിച്ച് തന്നെ പ്രൗഡ്ഫുള്ളായ ഒരു പ്രൗഡ് നമുക്ക് തോന്നിച്ച ആ ഒരു സംഭവം, അല്ലെങ്കിൽ അങ്ങനെ തോന്നിച്ചത് എപ്പോഴായിരുന്നു നിങ്ങൾക്ക്? ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു സ്ത്രീ ആയിട്ടിരിക്കാനാണ് ആഗ്രഹം. നിങ്ങൾക്കൊരു സ്ത്രീയായിട്ടിരിക്കാനാണ് ആഗ്രഹം. അത് ഏത് തരത്തിലുള്ള ഒരു സ്ത്രീയായിട്ടിരിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസിന് തന്നെ നിങ്ങൾ അതിനൊരു മറുപടി പറയുമ്പോൾ തന്നെ അത് എഴുതി വെച്ചതിന് ശേഷം നിങ്ങളൊന്ന്
ഒന്ന് അതിലൂടെ കണ്ണോടിച്ചുകൊണ്ട് നിങ്ങളതിലൊന്ന് വായിച്ച് നോക്ക്. ഒന്ന് കണ്ണടച്ച് ഒരു നിമിഷം നിങ്ങളതൊന്ന് മനസ്സിലൊന്നത് അതിനെ ഒന്ന് മനനം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ എത്രമാത്രം നമ്മളെ കുറിച്ചിട്ട് ഒരു പ്രൗഡായിട്ടുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ ദിവസവും ഇത് നമ്മുടെ ബ്രീത്തിങ് എക്സർസൈസ് പോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ദിനചര്യയായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് ജേർണലിംഗ്. അപ്പോൾ എല്ലാവരും തുടങ്ങാത്തവർ ഇന്ന് തന്നെ അതിനായിട്ടൊരു തുടക്കം കുറിക്കണം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. നാളെ വീണ്ടും വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.